സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ ഉടൻ ഗവർണർ നിയോഗിക്കുമെന്ന് റിപ്പോർട്ട്. ഹൈക്കോടതി നൽകിയ 23 റിട്ടയർഡ് ജഡ്ജിമാരുടെ പാനലിൽ നിന്നാണ് എ ഹരിപ്രസാദിനെ തിരഞ്ഞെടുത്തത്. വയനാട്ടിൽ നിന്നുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തും. ഓഫീസും സ്റ്റാഫും വാഹനങ്ങളും നൽകാൻ സർക്കാരിനും നിർദ്ദേശം നൽകും. സർവകലാശാല ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചാകും തീരുമാനം. പാനലിന്റെ പ്രവർത്തനത്തിന് സർക്കാർ പിന്തുണ നൽകുമോ എന്നതും ചോദ്യമാണ്. അല്ലാത്തപക്ഷം ഗവർണറും സർക്കാരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലിനും സാധ്യത തെളിയും. പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ഒപ്പിടൽ ശിക്ഷയ്ക്കും വിധേയനായി എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗവർണർ അന്വേഷണത്തിന് മുൻകൈയെടുക്കുന്നത്. സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ഒപ്പിടൽ ശിക്ഷയ്ക്കും വിധേയനായി എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗവർണർ അന്വേഷണത്തിന് മുൻകൈയെടുക്കുന്നത്. ദിവസവും യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ പോയി ഒപ്പുവെക്കണം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളയാളാണ് അരുൺ. പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്നതിന് തുല്യമായ ശിക്ഷയാണ് സിദ്ധാർത്ഥന് നൽകിയത്. 8 മാസത്തോളം സിദ്ധാർത്ഥനെ ഇങ്ങനെ നിർബന്ധിതമായി ഒപ്പിടുവെച്ചെന്നാണ് സഹപാഠികളുടെ മൊഴി. പ്രതികൾ സിദ്ധാർത്ഥനെ ലക്ഷ്യമിടാൻ കാരണം സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ തിളങ്ങുന്നതിലുള്ള അസൂയ കാരണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ കൂടിയായി സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ജനകീയനായിരുന്നു. ഹോസ്റ്റലിന് സമീപത്തെ കുന്നിനു മുകളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നുവെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ ഒന്നും ലഭ്യമായിട്ടില്ല. അതിനാൽ തന്നെ ഈ വിഷയം പോലീസിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ്. ജുഡീഷ്യൽ സ്വഭാവമുള്ള കമ്മീഷൻ വരുമ്പോൾ ഇതിനെല്ലാം തെളിവ് കണ്ടെത്താൻ കഴിയും. സിദ്ധാർത്ഥൻ മരിച്ച 18-ന് ഉച്ചയ്ക്ക് മുൻപ് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. 166 വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്ക്വാഡ് മൊഴിയെടുത്തത്. മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിലെ കുക്ക് ജോലി ഉപേക്ഷിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോളേജിലെ സെക്യൂരിറ്റി മൊഴി നൽകാൻ എത്തിയിട്ടില്ല. ഇതെല്ലാം സംശയങ്ങൾ ഉയർത്തുന്നു. കേസിൽ അറസ്റ്റിലായ 20 പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ്. കേസ് CBIക്ക് വിട്ടെങ്കിലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. അതേസമയം അതിനിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ആരോപിച്ചു. CBI അന്വേഷണത്തിന് വേണ്ടി സർക്കാർ ഒരടി പോലും മുൻപോട്ട് പോകുന്നില്ല. മുഖ്യമന്ത്രി ഉത്തരവിട്ടത് പ്രതിഷേധങ്ങളെ ഭയന്നതിനാലാണ്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ആവശ്യമായ ഒരു നടപടിയും ചെയ്തിട്ടില്ല. ഒരു വശത്ത് നടപടിക്രമങ്ങൾ ബോധപൂർവം വൈകിപ്പിക്കുന്ന സമയത്ത് മറുവശത്ത് SFIക്കാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പോലീസും മറ്റധികൃതരും തെളിവുകൾ നശിപ്പിക്കാനുള്ള പണിയെടുക്കുന്നുവെന്നാണ് ആരോപണം.